ഹായ് ഹലോ, ഞാനൊരു നൂൽപുട്ടിൻ്റെയും മുട്ടക്കറിയുടെയും ഷോർട്സ് വീഡിയോ ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മിക്കവാറും നൂൽപുട്ട് ബാലൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ബാലൻസ് വരുന്ന ഈ നൂൽപുട്ട് കൊണ്ട് ഞാനൊരു കിടിലൻ സംഭവം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിരുന്നു. നൂൽപുട്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചധികം തന്നെ ദിവസങ്ങളായി. ഞാൻ അന്ന് ബാലൻസ് വന്ന നൂൽപുട്ട് കൊണ്ട് ഇന്ന് ഉണ്ടാക്കിയതല്ല കേട്ടോ ഈ ഒരു ഐറ്റം. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചെയ്തിരുന്നു, പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. ഈ ഒരു ഐറ്റം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചായും ഡിന്നറായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിന് നമുക്കൊരു പേരിട്ടാലോ? തൽക്കാലം നമുക്കിതിനെ എഗ് നൂൽപുട്ടെന്ന് വിളിക്കാം. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ? ഈ ഒരു എഗ് നൂൽപുട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഈ നൂൽപുട്ട് എടുത്തിട്ടുണ്ട്. ഇത് ആവി കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതേപോലെ എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് പൊടിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് കാരണം തന്നെ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. നമുക്ക് പൊടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. പൊടിച്ചെടുക്കാന്ന് ഉദ്ദേശിക്കുന്നത് പൗഡർ പോലെ പൊടിച്ചെടുക്കാന്നല്ല. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ സേമിയൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കില്ലേ കൈകൊണ്ട്, അതുപോലെ ചെറിയ ചെറിയ പീസായി കിട്ടിയാൽ മതി. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി. ഇത്രയും ചെയ്ത ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഉള്ളി പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നെയും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടൊമാറ്റോ ഒക്കെ നല്ല കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സവോളയും ടൊമാറ്റോയും ഒക്കെ സൈഡിലേക്ക് മാറ്റിയ ശേഷം ഇതിൻ്റെ മിഡിലായിട്ട് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ച ശേഷം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഒക്കെ തയ്യാറാക്കില്ലേ, അതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മുട്ട 2 പോരാ, അതിലധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊടിയായിട്ടാണ് മുട്ട കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് ചെയ്തെടുക്കുക. അതല്ല നിങ്ങൾക്ക് കുറച്ച് വലിയ പീസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നൂൽപുട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ആ നൂൽപുട്ടിലെല്ലാം പിടിക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എഗ് നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.